വി എസിന്റെ വസതിയിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ കൂടി ചേരുകയാണ്. ഉമേഷെ, നമ്മൾ വി എസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ പ്രതിനിധികൾ പലരും പറഞ്ഞു കഴിഞ്ഞു. വി എസിന്റെ കുട്ടിക്കാലം, കഷ്ടപ്പാടിൻ്റെയും അരിഷ്ടതയുടെയും ഒക്കെ ദിനങ്ങൾ, വിവേചനങ്ങൾ നേരിട്ട ചെറുപ്പകാലം, അതിനുശേഷം ഒരു വിപ്ലവ അല്ലെ പോരാട്ട സമരവീര്യത്തിൻ്റെതായിട്ടുള്ള പരന്നു കിടക്കുന്ന 90 വർഷത്തിലേറെ ഉള്ള ഒരു ജീവിതം. അപ്പോൾ ഈ വ്യക്തിജീവിതത്തിൽ വി എസ് പാലിച്ചിരുന്ന അച്ചടക്കവും ചിട്ടയും അത് ഇപ്പോഴത്തെ തലമുറയ്ക്കും ഏറെ മാതൃകയാണ് എന്ന് പലരും പറയാറുണ്ട്. അത് ജീവിതശൈലിയിൽ വർഷങ്ങളായിട്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം, പുലർച്ചെ 5:30 എഴുന്നേറ്റ് തൻ്റെ വ്യായാമവും പ്രത്യേക ഭക്ഷണ രീതിയും ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ അത് അവസാന കാലഘട്ടം വരെ വി എസ് സൂക്ഷിച്ചിരുന്നു. ഈ 101 വയസ്സ് വരെയും അദ്ദേഹത്തിൻ്റെ ഒരു ആയുർദൈർഘ്യം ഉണ്ടായതിനൊരു കാരണവും ഈ ചിട്ടയും അച്ചടക്കവും ഒക്കെ തന്നെയാണെന്ന വിലയിരുത്തൽ ആരോഗ്യ വിദഗ്ധർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കടുത്ത ചിട്ട, അതുപോലെ തന്നെ സമയദീക്ഷ, എവിടെയെങ്കിലും എത്തിച്ചേരണമെങ്കിൽ കൃത്യസമയത്ത് എത്തിച്ചേരുക എന്നത്, ഇത്തരത്തിലുള്ള ഒരു ചിട്ടയും അച്ചടക്കവും ഒക്കെ അത് എത്രത്തോളം പഴയ തലമുറയെ മാത്രമല്ല പുതിയ തലമുറയ്ക്ക് കൂടി മാതൃകയാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വി എസിൻ്റെ വസതിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടെ ഉമേഷിൻ്റെ മനസ്സിലേക്ക് കൂടി എത്തുന്നില്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, ഈ വീട്ടിൽ അതായത് ഏകദേശം 2020 ജനുവരിക്ക് ശേഷമാണ് ഈ വീട്ടിലേക്ക് പൂർണ്ണമായി ഒരു വിശ്രമ ജീവിതത്തിലേക്ക് വി എസ് എത്തുന്നത്. നമ്മൾ അതിനു മുൻപുള്ള ജീവിതത്തിൽ വി എസ് എന്നും ഈ കൃത്യമായി പുലർച്ചെ എണീറ്റ് നടക്കുന്ന ഒരു കൃത്യം ആ ദിനചര്യയ്ക്ക് ഒരു കോട്ടവും പറ്റാത്ത രീതിയിൽ, അത് പാർട്ടി വിഭാഗീയത കൊടികുത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും രാവിലെ അദ്ദേഹത്തിന്റെ നടത്തം കഴിഞ്ഞിട്ട് മാത്രമേ അദ്ദേഹം അതിന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോലും പലപ്പോഴും പോയിട്ടുള്ളൂ. അതേസമയം നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഈ വീട്ടിലെ ഒരു സാഹചര്യം കൂടി നമ്മൾ ആലോചിക്കണം. കാരണം ഈ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ദിനചര്യയിൽ നടക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി മകൻ വി എ അരുൺകുമാറിന്റെ സഹായത്തോടുകൂടി ആ ഒരു ദിനചര്യ, അതായത് ഇതിനു വേണ്ടി ഒരു പ്രത്യേക ദിനചര്യ ഉണ്ടായിരുന്നു. അത് രാവിലെ പുലർച്ചയോടുകൂടി ഈ കൃത്യമായി സൂര്യപ്രകാശം കാണിക്കും. ഏകദേശം അരമണിക്കൂറോളം അദ്ദേഹത്തെ വീൽ ചെയറിലിരുത്തി സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കാവുന്ന രീതിയിൽ സൂര്യപ്രകാശം നൽകും. അതിനുശേഷം അദ്ദേഹത്തിനെ കുറച്ചു സമയം പത്രം വായിച്ച് കേൾപ്പിക്കും. ഈ പത്രം വായിച്ച് കേൾപ്പിക്കുമ്പോൾ ചില വാർത്തകൾ കേൾക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് സംസാരിക്കുകയല്ല, ചിലപ്പോൾ സംസാരത്തിലൂടെ, ചിലപ്പോൾ കണ്ണ് നനയുന്ന രീതിയിൽ വരെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആ രീതിയിൽ വീട്ടിൽ അവസാന കാലഘട്ടത്തിൽ വിശ്രമ ജീവിതത്തിൽ പോലും അദ്ദേഹത്തിന്റെ ദിനചര്യയിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രത്യേക കരുതൽ ഉണ്ടായിരുന്നു. ഈ രീതിയിൽ എപ്പോഴും ഈ അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ രാവിലെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ ആ രീതിയിലാണ്. നമ്മളൊപ്പം മുൻ ആരിഫ് ചേരുന്നുണ്ട്. നമുക്ക് ഒരു എടുത്തിരുന്നു അല്ലേ? അപ്പം എന്തായാലും വി എസിന്റെ നമ്മൾ ഒരു ജീവിതശൈലിയെക്കുറിച്ച് കൂടി പറയുന്നതാണ്. അപ്പം നമ്മൾ ജീവിതശൈലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്വന്തം ഓർമ്മ എങ്ങനെയാണ് നോക്കുന്നത്? അതായത് വി എസ് രാവിലെ എണീറ്റ് നടക്കുന്നു, കൃത്യം അത് എന്ത് സംഭവിച്ചാലും അതിന് മാറ്റമില്ല, കാലാവസ്ഥ എങ്ങനെയാണെങ്കിലും മാറ്റമില്ല, എവിടെ പോയാലും അത് കൃത്യമായി ഫോളോ ചെയ്തിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ? ഭക്ഷണ കാര്യത്തിലും അത് ഇതാണ്. നമ്മളിപ്പോൾ വി എസ് വരുന്നത് കണക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെമ്മീൻ, അതുപോലെ കരിമീനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അതൊന്നും അങ്ങനെ വലുതായിട്ട് കഴിക്കത്തില്ല. കരിമീൻ്റെ മുള്ള് അതിങ്ങനെ അഭിനയിച്ച് കാണിക്കും. കരിമീൻ്റെ മുള്ളിങ്ങനെ തൊണ്ടയിൽ കൊണ്ടാൽ അത് കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയും. അത് എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷനുണ്ട്. അത് ആ അച്ചടക്കം എല്ലാത്തിനും പാലിച്ചിരുന്നത്. അതായത് അത് തന്നെയാണ് ക്രിസ്റ്റീന നമ്മൾ പറഞ്ഞു വന്നത്. ഈ അച്ചടക്കമായിരുന്നു വി എസിന്റെ ഒരു ജീവിതത്തിന്റെ തന്നെ ഏറ്റവും സുപ്രധാനം. അത് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, സ്വന്തം ജീവിതത്തിലുണ്ടായിരുന്നു, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുണ്ടായിരുന്നു. അത് അല്പം മുൻപ് അദ്ദേഹത്തെ ഏകദേശം 30 വർഷത്തോളം ചികിത്സിച്ച ഡോക്ടർ ഭരത്ചന്ദ്രനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഓർത്തെടുത്ത കാര്യങ്ങളും അതായിരുന്നു. അതായത് ഡോക്ടറാണെങ്കിൽ പോലും ചില മരുന്നുകൾ കഴിക്കുന്നതിനോട് വി എസിന് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. മരുന്നുകൾ എഴുതി നൽകിയാലും വി എസ് ഇത് കഴിക്കണമോ, ഇതെല്ലാം കെമിക്കലല്ലേ എന്നെല്ലാം ചോദിച്ചാലും ശാസനയോട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വി എസ് കഴിക്കുകയുള്ളൂ. മറ്റു രീതിയിൽ, അതായത് കൃത്യമായി വ്യായാമം, കൃത്യമായി ഭക്ഷണശൈലിയിൽ ഈ കൊഴുപ്പിൽ ഒന്നും അടങ്ങിയ ഭക്ഷണം കഴിക്കാതെ പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക, കൂടുതൽ പച്ചക്കറികൾ കഴിക്കുക, ഈ രീതിയിൽ ഭക്ഷണ ക്രമീകരണം കൃത്യമായി നടത്തിപ്പോന്നു. അദ്ദേഹത്തിനോട് തന്നെ നമ്മൾ ചോദിച്ചു, ഈ മതികെട്ടാനിലും ഒപ്പം ശബരിമലയിലും എല്ലാം കയറാൻ പോകുമ്പോൾ സ്വാഭാവികമായി ഈ പ്രായത്തിലെല്ലാം കയറാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞില്ലേ? സ്വാഭാവികമായി ഒരു ഹൃദ്രോഗ വിദഗ്ധനാകുമ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ ഹൃദയ ആരോഗ്യം നോക്കണ്ടേ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആരോഗ്യം പരിശോധിച്ചു.
സംഭവിച്ചിരുന്നു. ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു 80 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യന് പോലും ഹൃദയത്തിൽ ഒരു ബ്ലോക്ക് പോലും ഉണ്ടാകാത്ത രീതിയിൽ, ഹൃദയധമനികളിൽ ഒരു ബ്ലോക്ക് പോലും ഉണ്ടാകാത്ത രീതിയിൽ ഒരു ആരോഗ്യവാനായിരുന്നു VS എന്നാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യശൈലി, ആരോഗ്യ ജീവിതം അത് ഒരു മാതൃകയാണ്. അത് ആ ഒരു ജീവിതം ഒരു പട്ടാള ചിട്ടയോടുകൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കത്തിൽ പറയാം. എന്തായാലും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും എല്ലാം. ഈ 101 വയസ്സ് കഴിയുമ്പോഴും ഈ നമ്മൾ 101 ഏറ്റവും അവസാനം നമ്മൾ ഇതിനു മുൻപ് വരുന്നത് 101 വയസ്സിന്റെ ആഘോഷ ദിനങ്ങളിലായിരുന്നു. പക്ഷെ അപ്പോഴും ഈ ഇൻഫെക്ഷൻ സാധ്യതകളെല്ലാം ഉള്ളത് കൊണ്ടും നമുക്ക് അദ്ദേഹത്തെ അകത്തേക്ക് നമ്മൾ മാധ്യമങ്ങൾ ആരും അകത്തേക്ക് കയറ്റിയിരുന്നില്ല. അദ്ദേഹത്തെ കാണാൻ വരുന്നവർക്കും നേരിട്ട് VSനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ഈ രീതിയിൽ അത്രത്തോളം അവസാന ഘട്ടത്തിൽ പോലും വളരെ ആരോഗ്യം ദുർബലമായിരുന്ന ഘട്ടത്തിൽ പോലും ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ പ്രത്യേക ഒരു കരുതൽ മകന്റെ ഭാഗത്തുനിന്നും കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഒരു പക്ഷേ വിശ്രമ ജീവിതത്തിൽ പോലും ഈ ഒരു പോരാട്ടത്തിന് അദ്ദേഹത്തിന് കരുത്തായത്. വെന്റിലേറ്ററിൽ പോലും ഇത്രയും ദിവസം കിടക്കുമ്പോഴും അദ്ദേഹം തിരികെ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സന്തത സഹചാരികൾ ബന്ധുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും തോന്നാനുണ്ടായിരുന്ന, അല്ലെങ്കിൽ അത്തരമൊരു പ്രതീക്ഷയുണ്ടായിരുന്നതിന് കാരണം എന്തായാലും അദ്ദേഹം അന്ത്യയാത്രയ്ക്ക് വേണ്ടി ഈ വീട്ടിൽ നിന്ന് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് വരും. ഇപ്പോഴും ആളുകൾ, അതായത് ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നു വീട്ടിലെ പൊതുദർശനം ഒരുക്കിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ബന്ധുക്കൾ മാത്രമായിരുന്നില്ല. ഇന്നലെ രാത്രി മുതൽ നമ്മൾ കണ്ടതാണ് വിവിധ മേഖലയിൽ നിന്നുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും എല്ലാം CPM പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടെ എത്തി VSനെ കണ്ട് മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ VS ഒരു പൊതു സ്വത്തായിരുന്നു. അതുകൊണ്ട് തന്നെ VSനെ ആ രീതിയിൽ നമുക്ക് നിശ്ചിത സമയം ബന്ധുക്കൾക്ക് വേണ്ടി മാത്രം അങ്ങനെയൊന്നും കരുതി മുന്നോട്ട് പോകാനും കഴിയില്ല. അതുതന്നെയാണ് ബന്ധുക്കളും അത് ഉൾക്കൊള്ളുകയും ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ഈ കാണാനെത്തുന്ന രാത്രി 1 മണിക്കും 1:30ക്കും 2 മണിക്കും എല്ലാം കാണാനെത്തുന്നവരുടെ വികാരം മനസ്സിലാക്കി അതിനുള്ള അവസരം ഒടുവിൽ വീട്ടുകാർക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ 9 മണിയോടുകൂടി ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനെത്തിക്കും. അതിനുവേണ്ടി ആണ് അടുത്ത് എന്തായാലും നിരവധി പേർ അദ്ദേഹത്തെ കാണാൻ എത്തുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഇപ്പോഴും, അതായത് പൊതുദർശനം ദർബാർ ഹാളിൽ വെച്ച് ആണ് നിശ്ചയിച്ചതെങ്കിലും നിരവധി മേഖലയിലുള്ളവർ, പൊതുമേഖലയിലുള്ളവർ എല്ലാവരും അദ്ദേഹത്തെ ഇവിടെ എത്തി ഒരു നോക്ക് കണ്ടിട്ട് പോകാനും കരുതുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ക്രിസ്റ്റീന.